ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ശിവരാമനെ സ്വപ്നം കണ്ടുകൊണ്ട് ഞെട്ടി ഉണരുകയാണ് അർച്ചന. തുടർന്ന് സച്ചി അർച്ചനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും കിടത്തി ഉറക്കുകയും ചെയ്യുന്നു. എനിക്ക് രാവിലെ തന്നെ സ്നേഹയെ കൂട്ടിക്കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് അർച്ചന സച്ചിയോട് പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സ്നേഹയും കുടുംബക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. വഴിപാടുകൾക്ക് ശേഷം ഒരു ചരട് പൂജിച്ചുകൊണ്ട് തിരുമേനി സ്നേഹയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ദിവസവും കുടിച്ചതിനു ശേഷം തൊടാനായി ഒരു ഭസ്മവും തിരുമേനി സ്നേഹയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. 101 തവണ പ്രദക്ഷിണം വയ്ക്കാനും പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കാനും പറഞ്ഞുകൊണ്ട് തിരുമേനി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സ്നേഹയും ഒരുമിച്ച് പ്രദക്ഷിണം ചെയ്യുന്നതാണ്. അങ്ങനെ പ്രദക്ഷിണം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് സ്നേഹ തല കറങ്ങി താഴെ വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന സ്നേഹയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നതാണ്. അങ്ങനെ സ്നേഹ കണ്ണു തുറക്കുകയാണ്. ഡോക്ടർ സ്നേഹ എവിടെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ക്ഷേത്രത്തിലായിരുന്നെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് ഓരോ രോഗാവസ്ഥ പറഞ്ഞ് അത് സ്നേഹയ്ക്കുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നും റിസൾട്ട് വന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാമെന്നും ഡോക്ടർ പറയുന്നു. തുടർന്ന് സ്നേഹയെ കൊണ്ട് പ്രദക്ഷിണം നടത്താൻ പോയതിന് ഡോക്ടർ അർച്ചനെ വഴക്ക് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സിസ്റ്റർ കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഈ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണെന്നും എന്നിട്ടാണോ നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതെന്നും ഡോക്ടർ ചോദിക്കുന്നു. ഡോക്ടർ ഞാനൊന്ന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോട്ടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആദ്യം താൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് അർച്ചനയും കൂട്ടിക്കൊണ്ട് ഡോക്ടർ പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ട് ടെൻഷനോടെ കിടക്കുകയാണ് സ്നേഹ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. പുറത്തേക്ക് പോയി വരുന്ന അവന്തികയെ കണ്ട് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അനഘ. ചേച്ചി ഇത് ഇത്രയും നേരം എവിടെയായിരുന്നു? അല്ലെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം ഇവിടെ ഉണ്ടാകുമ്പോഴേ ചേച്ചി ഇവിടെ കാണില്ല. എന്തെങ്കിലും ഉടായ്പുമായിട്ട് പുറത്ത് തന്നെ ആയിരിക്കും. നമ്മുടെ തറവാട്ടിലേക്കാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ചേച്ചി എവിടേക്കാ പോയത്? അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ലെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഞാനറിയാത്ത ഏതമ്മാവനും അമ്മായിയുമായി ഇപ്പോൾ തറവാട്ടിലുള്ളത്? ഇതൊക്കെ ഇപ്പോൾ നീ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് അവന്തിക ദേഷ്യത്തോടെ അനഘയോട് ചോദിക്കുന്നു. അതേസമയം ആതിര പുറത്തേക്ക് വരികയാണ്. അനഘ പെട്ടെന്ന് വാ, ദേ അവിടെ ചടങ്ങ് തുടങ്ങാറായി. എന്തായാലും അവന്തിക എടുത്തി കൃത്യസമയത്തെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അനഘയും കൂട്ടിക്കൊണ്ട് ആതിര അകത്തേക്ക് പോകുന്നു. തുടർന്ന് അനഘയുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് അവന്തിക ചോദിക്കുകയാണ്, ആരുടെ 16 അടിയന്തരത്തിൻ്റെ ചടങ്ങാടി ഇപ്പോൾ നടക്കാൻ പോകുന്നത്? അതൊക്കെ ചേച്ചി വന്ന് നേരിട്ട് കണ്ടാൽ മതി. എന്താണെങ്കിലും ഇതിലും സന്തോഷമുള്ളൊരു ചടങ്ങ് ചേച്ചിക്ക് ഇനി ഈ ലോകത്ത് കാണാനേ സാധിക്കില്ല. അങ്ങനെ അവന്തിക സംശയത്തോടെ അകത്തേക്ക് കയറുമ്പോൾ സേതു മുറിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ആഹാ, നീയും കൃത്യസമയത്ത് എത്തിയല്ലോ, വാ ചടങ്ങ് തുടങ്ങണ്ടേ എന്ന് സേതു പറയുമ്പോൾ എന്ത് ചടങ്ങെന്ന് അവന്തിക ചോദിക്കുന്നു. അപ്പോൾ മോൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ? മോളെ, സ്നേഹ പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ മധുരം കൊടുക്കുന്ന ചടങ്ങാ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ സേതുവിനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മധുരം കൊടുക്കൽ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നതാണ്. അർച്ചനയും ആതിരയും അനഘയും സേതുവും ധനുഷും സ്നേഹയും കൂടി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തികയും ചെല്ലുകയാണ്. മോളെ, ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന് അർച്ചന പറയുമ്പോൾ എന്നിട്ട് എൻ്റെ സച്ചേട്ടനും സന്ദീപേട്ടനും നന്ദേട്ടനും എവിടെയെന്ന് സ്നേഹ ചോദിക്കുന്നു. നന്ദേട്ടൻ വരാതെ എനിക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് വേണ്ടെന്നും ഞാൻ ഈ ചടങ്ങിൽ നിൽക്കില്ലെന്നും സ്നേഹ പറയുന്നു. കുഞ്ഞുനാൾ മുതൽ നന്ദേട്ടൻ്റെ കൈപിടിച്ച ഞാൻ വളർന്നിരുന്നത്. എനിക്ക് നന്ദേട്ടനെ വേണമെന്ന് സ്നേഹ വാശി പിടിക്കുമ്പോൾ അർച്ചന പറയുകയാണ്. അവസാനമായി ഒരു വട്ടം കൂടി ഞാൻ പോയി സംസാരിച്ചു നോക്കാം. എന്നിട്ടും നന്ദേട്ടൻ വന്നില്ലെങ്കിൽ പിന്നെ നീ വാശി പിടിക്കാൻ നിൽക്കരുത്. ഇല്ല ഏട്ടത്തിയെന്ന് സ്നേഹ പറയുമ്പോൾ നന്ദൻ്റെ അടുത്തേക്ക് പോവുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അർച്ചന നന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. നന്ദേട്ടാ, നന്ദേട്ടൻ്റെ മനസ്സിൽ എനിക്കൊരു സഹോദരിയുടെ സ്ഥാനമാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ആ കാര്യത്തിൽ നിനക്കൊരു സംശയവും വേണ്ടെന്ന് നന്ദൻ പറയുമ്പോൾ അർച്ചന പറയുകയാണ്. എങ്കിൽ എനിക്ക് നന്ദേട്ടനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. സ്നേഹയോടുള്ള പിണക്കങ്ങളെല്ലാം മറന്ന് എൻ്റെ ഒപ്പം വരണം. നന്ദേട്ടൻ വേണമെങ്കിൽ അവളോട് പിണങ്ങിക്കോളൂ. പക്ഷേ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് എന്തിനാ നന്ദേട്ടൻ പിണക്കം കാണിക്കുന്നത്? എനിക്ക് തന്ന സഹോദരി സ്ഥാനം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നന്ദേട്ടൻ കേൾക്കും. എല്ലാ പിണക്കങ്ങളും മറന്ന് നന്ദേട്ടൻ എൻ്റെ ഒപ്പം വരണം. സ്നേഹയും ധനുഷിനെയും അനുഗ്രഹിക്കുകയും ചെയ്യണം. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിയിലേക്ക് വരികയാണ് സ്നേഹ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുറിയുടെ പുറത്തു നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹയെ നന്ദൻ കാണുന്നത്. ത്തോടെ സ്നേഹയെ നോക്കുന്ന നന്ദനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.